സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ജനാധിപത്യ കേരളം വളരെ അറപ്പുളവാക്കുന്ന ചില സംഭാഷണങ്ങൾ കേൾക്കാൻ ഉള്ള ദുര്യോഗത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. മതേതരത്വത്തിൻ്റെ പ്രതിച്ഛായ അണിഞ്ഞ് എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് വാങ്ങി അധികാരക്കസേരയിലേറുന്ന ലീഗ് എന്ന കപട മതേതര ജിഹാദി പാർട്ടി അവരൊളിപ്പിച്ചു വച്ച ആ മുഖം ഇന്ന് ഏതാണ്ട് വികൃതമായി പുറത്തു വന്നിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ നേതാവ് അബ്ദുറഹ്മാൻ കല്ലായി എന്ന മാന്യദേഹം അടുത്ത കാലത്ത് തൊടുത്തുവിട്ട വാക്ഷരങ്ങൾ അത് തനിക്ക് തന്നെ ബുമറാങ്ങായി വന്ന് പതിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. നാട് ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകനെയും ചേർത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു പരാമർശം ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് വിവാഹം കഴിച്ചു എങ്കിലും അത് ഇസ്ലാമിക വീക്ഷണ പ്രകാരം വ്യഭിചാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് ഭംഗ്യന്തരേണ പറയുക മാത്രമല്ല, വളരെ കൃത്യതയാർന്ന ഇസ്ലാമിക നിലപാട് പറയുകയും മുമ്പുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് പറയാൻ ധൈര്യം കാണിക്കണം, ഒളിച്ചു വെക്കരുത് എന്നും അദ്ദേഹം പറയുന്നു. വളരെ നന്നായി. ഒളിച്ചു വച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്നൊക്കെ ഇതേ പുറത്തു വരൂ എന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. ഞങ്ങൾ നാളുകളായിട്ടിത് പറയുന്നതാണ്. പക്ഷേ ഇത്രയും ഇത് താങ്കളെപ്പോലൊരു പ്രകടമാക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് സമൂഹത്തിനൊരിക്കൽ കൂടി മനസ്സിലാവും. നിങ്ങൾ പൊതു ഖജനാവിലെ പണം എടുത്തിട്ട് അല്ലെങ്കിൽ മന്ത്രിമാരായോ MLA മാരായോ ഒക്കെ നിങ്ങളെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരുന്നത് ഈ രാജ്യത്തിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നിരീശ്വരനുമൊക്കെ കൂടിയാണ്. പക്ഷെ നിങ്ങൾക്ക് അധികാരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ സ്വന്തം സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചവരാണ്. നിങ്ങൾ അറബി അധ്യാപക തസ്തികകൾ ഉണ്ടാക്കി, നിങ്ങൾ ഉറുദു അധ്യാപക തസ്തികകൾ ഉണ്ടാക്കി, നിങ്ങൾ മറ്റാർക്കും ആവശ്യമില്ലാത്ത ഇസ്ലാമിക ചരിത്രവും അനുബന്ധ വിഷയങ്ങളും ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളായി നിങ്ങൾക്ക് നിയന്ത്രണമുള്ള യൂണിവേഴ്സിറ്റികളിൽ കൊണ്ടുവന്നു. അതിനുശേഷം ആ മേഖലകളിലേക്കൊക്കെ അധ്യാപകരെ വിന്യസിച്ചു. അങ്ങനെ നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം നിങ്ങൾ ഈ മേഖലകളിൽ നിങ്ങളുടെ സമുദായത്തിന് ഗുണം ചെയ്യത്തക്ക വിധം ആക്കി തീർത്തു. നല്ല സാലറി വാങ്ങുന്ന അറബി അധ്യാപകരും ഉറുദു അധ്യാപകരും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. സർക്കാർ ഒരു സമൂഹത്തോട് മാത്രം പ്രീണനം കാട്ടത്തക്ക വിധത്തിൽ നിങ്ങളവരെ സമ്മർദ്ദത്തിലാക്കി ഭരിച്ചിട്ടുണ്ട്. ഈ നാടിലെ ഖജനാവിൽ നിന്നുള്ള മുന്തിയ ആ പാട്ട് നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് മതതീവ്രവാദം പഠിപ്പിക്കുന്ന കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് നിങ്ങൾ ശമ്പളവും അതുപോലെ തന്നെ മറ്റു പല ആനുകൂല്യങ്ങളും ക്ഷേമനിധി ബോർഡും സൗകര്യങ്ങളുമൊക്കെ രൂപീകരിച്ച് സർക്കാർ സമ്പത്ത് വസൂലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനും അതുപോലെ ഭവനത്തിൻ്റെ നിർമ്മാണത്തിനുമൊക്കെ ലോണും പലിശരഹിത വായ്പകളും മറ്റു പല സംവിധാനങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? മറ്റൊരു മതത്തോടും ഇല്ലാത്ത തരത്തിൽ ഇടതു വലത് ഗവൺമെൻറ്റുകൾ ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കാൻ ലീഗ് പോലുള്ള പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നൊരു തെറ്റല്ല, അത് നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ സകല മനുഷ്യർക്കും വേണ്ടി വാദിക്കും അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ജനപ്രതിനിധിയോ മന്ത്രിയോ ഒക്കെ ആയിരുന്നിട്ട് ഒരു സമൂഹത്തെ മാത്രം നിങ്ങളോട് മാത്രം നിങ്ങളുടെ സമൂഹത്തോട് മാത്രം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ബോധമുണ്ടല്ലോ, സ്വജനപക്ഷപാതം അഥവാ നെപ്പോട്ടിസം, അത് ക്രൂരവും ഏറ്റവും ഭീകരവുമാണ്. എന്താ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് അക്ബർ സാഹിബിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടിരുന്നുണ്ട്. എന്താ അത്? 2 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് നിങ്ങൾ, അല്ലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് നിങ്ങൾ മതപരിവർത്തനത്തിൻ്റെ വഴികൾ എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യപേപ്പർ നമ്മൾ പൊതുജന സമൂഹം കണ്ടു. ഇത് മാത്രമല്ല, അന്യമത വിദ്വേഷമല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്? പ്രണയം എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ച് അത് ഏറ്റവും ഒടുവിൽ ഇതാ മന്ത്രിസഭയിലെ കരുത്തനായ മുഹമ്മദ് റിയാസിൻ്റെ തലയിൽ തന്നെ കൊണ്ടുവച്ചു. രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നിങ്ങൾ വിളിച്ചെന്താ? ചെത്തുകാരൻ്റെ മകൻ കോരൻ എന്നാണ് ആക്ഷേപിച്ച് നിങ്ങൾ വിളിച്ചത്. അടുത്ത കാലത്ത് കേട്ടത് മുഹമ്മദ് മദ്യപിച്ചിരുന്നു എന്നാണ്. അതായത് നബീദ് എന്ന് പറയുന്ന മദ്യം കുടിച്ചു എന്ന് അക്ബർ സാഹിബ് പറയുകയും ലക്ഷദ്വീപിൽ പോയി അക്ബർ സാഹിബ് സൗകര്യം പോലെ 2 എണ്ണം വിട്ടു എന്നുമാണ് അടുത്ത കാലത്ത് അദ്ദേഹം തന്നെ പറയാനിടയായിത്തീർന്നത്. ചുരുക്കത്തിൽ നിങ്ങളിത് ആരെയാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെ എന്ത് ഇസ്ലാമിക പാഠമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഇസ്ലാമിക പാഠത്തിൻ്റെ ആ ധാർമ്മികത എന്താണെന്ന് ലീഗ് ഒന്ന് വ്യക്തമാക്കിത്താ. ചുരുക്കത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുക, പ്രണയത്തിൻ്റെ പേരിൽ വിമർശിക്കുക, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ പേരിൽ വിമർശിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുക.
നിങ്ങൾ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിർബന്ധിതമായിട്ട് പെൺകുട്ടികളെ ഇതര മതങ്ങളിൽ തട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സത്യസരണികൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പാർപ്പിച്ച് ഒടുവിൽ അവരെ അഫ്ഗാനിലേക്ക് ആടുതീറ്റൻ കയറ്റുക. അതിനെ നിങ്ങൾ മൗനമായി സപ്പോർട്ട് ചെയ്യുക. രാജ്യം തന്നെ ഏറ്റവും കടുത്ത മതതീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ള സാക്കിർ നായിക്കിനെ വേണ്ടി പ്രമേയം പാസാക്കിയ പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ രാജ്യത്തിന് എന്ത് ഗുണമാണ് ചെയ്തത്? എന്ത് സേവനമാണ് ഈ രാജ്യത്തിന് ചെയ്തത്? ഇതെല്ലാം നിങ്ങൾ സ്വന്തമാക്കിയ ശേഷം ഈ രാജ്യത്തിലെ പൗരൻ്റെ നികുതി പണത്തിൻ്റെ നല്ലൊരു ഭാഗം ഈ വിധത്തിൽ സ്വാംശീകരിച്ചെടുത്ത ശേഷം നിങ്ങൾ ഈ രാജ്യത്തിലെ മുഖ്യമന്ത്രിയെ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയെ അദ്ദേഹത്തിൻ്റെ പ്രണയബന്ധത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ച് സംസാരിക്കുക, അതും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വ്യഭിചാരമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുക. എന്നിട്ട് അടുത്ത ഘട്ടം നേരെ അതിന് ക്ഷമ പറയുക. നിങ്ങൾ ക്ഷമ പറഞ്ഞപ്പോൾ ഇസ്ലാം അല്ലാതായില്ലേ? നിങ്ങൾ പറഞ്ഞ വാക്കെല്ലാം വിഴുങ്ങേണ്ടി വന്നില്ലേ? CH പോലെ ധൈര്യം കാണിക്കണമെന്നൊക്കെ പറഞ്ഞ ഈ കല്ലായിയുടെ ധൈര്യം എടപ്പോയി. കല്ലായി ആരാണ് ഇതുപോലെ ആക്കി തീർത്തത്? നിങ്ങളൊക്കെ നാവിൽ നിന്ന് ഇതൊക്കെ വരൂ. വിഷം തുപ്പുന്ന വർഗീയത, ഇത്രയും വൃത്തികെട്ട മലീമസമായ വാക്കുകൾ പറയാൻ നിങ്ങൾ കാട്ടുന്ന അതിൽ അത്ഭുതമൊന്നുമില്ല. ഖുറാനിലെ തൗബ എന്നൊരു അധ്യായം താങ്കൾക്കറിയാമല്ലോ, 9-ാം അധ്യായം. എന്താ അതിൽ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം? അന്യമതസ്ഥനെ വെട്ടാൻ, ഉന്മൂലനം ചെയ്യാൻ ഒക്കെയുള്ള വാക്കുകളല്ലേ? കൊന്നു കൊല വിളിക്കാനുള്ള വാക്കുകളല്ലേ? അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം നിങ്ങൾക്കറിയാമല്ലോ. ഒരു മനുഷ്യനെ വലത് കൈയും ഇടത് കാലും വെട്ടുക, ഇടത്തെ കാലും വലത്തെ കൈയും വെട്ടുക, ഈ രൂപത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ അതിൽ നിറഞ്ഞിരിക്കുക. അങ്ങനെ അള്ളാഹുവിനും അവൻ്റെ ദൂതനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ, മുഹമ്മദിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നവരെ ഈ വിധത്തിൽ കൊല്ലാനും കൊല ചെയ്യാനും ഒക്കെയുള്ള വചനങ്ങൾ ചെറുപ്പം മുതലേ മദ്രസകളിൽ പഠിപ്പിച്ചിട്ട്, ഇതൊക്കെ ഒരു പഴയ മതഗ്രന്ഥത്തിൽ വരുന്നതിലല്ല നമ്മുടെ പ്രശ്നം. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇന്നും ഇവിടെ ജീവിക്കുന്നതെന്ന് പറയാനാ. നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞു കൂടി കിടക്കുന്ന ആ മതബോധത്തിൻ്റെ തീവ്രമായ ആ മതവീര സർപ്പമുണ്ടല്ലോ, അത് ഉണർന്നു വരുന്നു എന്നതിൻ്റെ തെളിവാണ് കല്ലായിയുടെ വാക്കുകളിലൂടെ തെളിയുന്നത്. നിങ്ങളിൽ ഓരോരുത്തരും എടുക്കാം. ചിലർ മിതവർഗീയവാദികളാണെന്നുള്ളത് ശരിയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്നും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വായിലൊന്നും ഈ രൂപത്തിൽ കേട്ടിട്ടില്ല. ഒരുതരം അച്ചടക്കത്തിൻ്റെ മെക്കാനിസം കൊണ്ട് അദ്ദേഹം അത് പറയാതിരിക്കുന്നതാണോ, അല്ലെങ്കിൽ അത് പറഞ്ഞാലുണ്ടാകുന്ന നഷ്ടമോർത്ത് മൗനം അവലംബിക്കുകയാണോ, പാർട്ടി ലീഗാണോ? നിങ്ങളുടെ ഉള്ളിലെല്ലാം ജാതിയാണ്, നിങ്ങളുടെ ഉള്ളിൽ കനത്ത സമുദായ സ്നേഹമാണ്. ഇനി അത് കുഴപ്പമില്ല, മറ്റുള്ളവരെ വിദ്വേഷിക്കാനാണ് നിങ്ങൾ പഠിച്ചത്. മുഹമ്മദ് ഇതല്ലേ പഠിപ്പിച്ചത്? ഞാനത് വെറുതെ പറയുന്നതല്ല. എത്ര ഭംഗിവാക്ക് പറഞ്ഞാലും മുഹമ്മദ് സമൂഹത്തിൽ ക്രിസ്ത്യാനികളെയും ജൂതനും പുറത്താക്കിക്കൊണ്ട് അവരില്ലാത്തൊരു അറേബ്യ സ്വപ്നം കണ്ട ആളാണ് മുഹമ്മദ് എന്ന് ഓർക്കണം. ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത ആളാണ് മുഹമ്മദ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങൾ നബി നിന്നയ്ക്കോ വേറെ ഏതെങ്കിലും നിന്നയ്ക്കോ ഒക്കെ കേസെടുത്തോ. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലെ ആയത്തുകൾ ഉദ്ധരിച്ച് തന്നെ എനിക്കിത് തെളിയിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ച് തന്നെ എനിക്കിത് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മതനിന്ദയൊന്നും അവിടെ വിലപ്പോവില്ല. പരമാവധി ചെയ്യാൻ പറ്റിയ കാര്യം, നിങ്ങൾക്ക് സ്വാധീനമുള്ള പോലീസിനെ കൊണ്ട് കുറേ കേസുകൾ ഉണ്ടാക്കാം. അത് കോടതി ചെല്ലുമ്പോൾ തള്ളിപ്പോവും. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒന്ന് തീർത്ത് പറയട്ടെ, ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. നിങ്ങളുടെ പക്കൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ചില സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. അതില്ലാതെ 10 വർഷം കഴിയേണ്ടി വരുന്നതിലെ ഒരു വേദനയാണ് നമ്മൾ ഈ കണ്ടത്. ഏതായാലും മുസ്ലിം ലീഗ് ഇതിങ്ങനെ തുറന്നടിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ല. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ വർഗീയവാദി ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ എന്തെല്ലാം വിധത്തിൽ അതിനെ കൺട്രോൾ ചെയ്താലും ഇടയ്ക്ക് പുറത്തു ചാടും. എന്താണ് കാരണം എന്നറിയണ്ടേ? ലാസ്റ്റ് നമ്മളൊരു ഉദാഹരണം അതിന് കണ്ടു. സാദിഖ് അലി ശിഹാബ് തങ്ങളല്ലേ ഹാഗിയ സോഫിയ എർദോഗൻ പിടിച്ചെടുത്തപ്പോൾ, നിങ്ങളെപ്പോലും മതഭ്രാന്തനാണ് അദ്ദേഹം, അത് പിടിച്ചെടുത്തപ്പോൾ അവിടുത്തെ കോടതി അത് ശരിവെച്ചെന്ന്. എന്തൊരു ആശ്ചര്യമായിപ്പോയി. ശരീഅത്ത് കോടതി ശരിവെച്ചല്ലാണ്ട് ശരിയാകുമോ? എന്താ ഈ ശരീഅത്ത് കോടതി? ഇത്രയും അധർമ്മം നടക്കുന്ന സ്ഥലമുണ്ടോ? അവിടെ അന്യമതസ്ഥരുടെയൊക്കെ അവസ്ഥ എന്താ? അവിടുന്ന് വേറെ ആർക്കെങ്കിലും നീതി കിട്ടുമോ? ഇല്ലല്ലോ. അതാണ് ഒരു വശം. ഇനി ലാസ്റ്റ് നമ്മളെ സൗദി അറേബ്യയിൽ അടുത്ത കാലത്ത് നടക്കുന്ന ചില സംഭവങ്ങളില്ലേ, തീവ്രവാദ സംഘടനകളൊക്കെ രാജകുമാരൻ നിരോധിച്ചപ്പോൾ ഇവിടുത്തെ ജംഗ്ഷൻ കാക്കിലെ അനിൽ മുഹമ്മദ് പറഞ്ഞെന്താ, ജൂതൻ്റെ കയ്യാ അതിൻ്റെ പിന്നിലെന്ന്. എല്ലാത്തരം അക്രമങ്ങളും നിങ്ങളുടെ ആളുകൾ കാണിച്ചിട്ട് പറയും ജൂതൻ്റെ കയ്യാ. താലിബാൻ നടത്തുന്ന നരനായിട്ട് കണ്ടിട്ട് പറയുക അമേരിക്ക ഉണ്ടാക്കിയതാണ്. ജെയ്ഷെ മുഹമ്മദിനെ, ലഷ്കർ ഇ തോയ്ബയെ ഒക്കെ കണ്ടിട്ട് പറയുകയാണ് അമേരിക്ക ഉണ്ടാക്കിയതാണ്, അല്ലെ ജൂതൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഈ ജൂതനും അമേരിക്കയും ഒക്കെ ഈ പണി കാണിക്കുമ്പോൾ വഴങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ ആളുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആൾ അത്ര അതപ്പതിച്ചു പോയോ? ഇത് ഇവിടെ പോയിട്ട് അമേരിക്കയുടെ പണം പറ്റി താലിബാൻ ഉണ്ടാക്കാനും ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കാനും ലഷ്കർ ഇ തോയ്ബ ഉണ്ടാക്കാനും ഹമാസ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അതപ്പതിച്ചു പോയോ? നിങ്ങളുടെ ആളിൽ എങ്ങനെ അങ്ങനെ പെട്ടെന്ന് വശീകരിക്കാനായിട്ട് പറ്റുന്നത്? ഇത്രയും മതബോധമുള്ള ആളുകൾക്കറിയില്ലേ ചില്ലറ വാങ്ങിക്കൊണ്ട് സ്വന്തം സമൂഹത്തെ കൊല്ലരുത്. എന്നിട്ട് നിങ്ങളുടെ തന്നെ പത്രത്തിൽ എഴുതിയിരിക്കുകയാണ് താലിബാൻ വിസ്മയം. ഒരേ ഘട്ടത്തിൽ പറയും താലിബാൻ അമേരിക്ക ഉണ്ടാക്കിയതാണ്. അതേ നാവ് കൊണ്ട് എഴുതും, പറഞ്ഞടക്കും താലിബാൻ വിസ്മയം. ആ വിസ്മയം എന്താ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തതെന്ന് നമ്മൾ കണ്ടു.
ചുരുക്കത്തിൽ ലോകഭീകരവാദം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇസ്ലാമിൻ്റെ ആ കെയർ ഓഫിൽ വിറ്റഴിക്കപ്പെടുമ്പോൾ ഇവിടെ നിർവികാരതയോടെ നോക്കി നിന്ന ഇസ്ലാമിൻ്റെ ആ ക്ഷമയൊക്കെ നശിച്ചു. അപ്പോൾ കേരളത്തിൽ 10 വർഷം ഭരണം കൂടി കിട്ടാതെ പോയ ഒരു പ്രതിസന്ധി വന്നപ്പോഴേക്കും ഹാലിളകി. മാത്രമല്ല ആഭ്യന്തര കലഹങ്ങൾ ആ പാർട്ടിയെ വല്ലാതെ ശിഥിലീകരിച്ചു. പണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവസാന വാക്കായിരുന്നെങ്കിൽ ഇന്നതൊക്കെ മാറി. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു വെളിപ്പാടുണ്ടായിട്ട് പെട്ടെന്ന് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം ഉപേക്ഷിച്ചിട്ട് ഒറ്റ ചാട്ടം ചാടി നേരെ പോയി പാർലമെൻറ്റിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിലങ്ങ് ജയിച്ചു. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും UP അധികാരത്തിൽ വരുമെന്നും ഒരു നിർണായകമായ സ്ഥാനം കേന്ദ്രമന്ത്രിസഭയിൽ കൈയാളാമെന്നുമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് കുഴപ്പമില്ല. നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം അതങ്ങ് രാജിവെച്ചിട്ട് നിയമസഭയിൽ വീണ്ടും മത്സരിച്ച് ജയിച്ചു. എന്തായിരുന്നു ലക്ഷ്യം? കേരളത്തിൽ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ ഒരു മന്ത്രിസഭ രൂപീകരിക്കും, അവിടെ രണ്ടാമനായി വാഴാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്നതാണ്. അതും നടന്നില്ല. നടക്കാതെ വന്നപ്പോൾ എത്ര കോടി രൂപയാണ് പൊതുജനങ്ങൾക്ക് നഷ്ടം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് നഷ്ടവും ചിന്തിച്ചിട്ടുണ്ടോ? ഒരാളിൻ്റെ അധികാരമോഹത്തിൻ്റെ പേരിൽ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. പാർട്ടി ലീഗാകുമ്പോൾ ഇതൊക്കെ UDF സഹിച്ചേ പറ്റുള്ളൂ. ഇനി UDF മാത്രമല്ല, ഇത് LDFിലുമുണ്ട്. ലീഗ് പിളർന്നിട്ട് ഒരു കഷണം അപ്പുറത്ത് കിടപ്പുണ്ട്, INL എന്ന് പറഞ്ഞ്. ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാനീ പറഞ്ഞു വരുന്നത് UDF ആണെങ്കിലും LDF ആണെങ്കിലും വൈകിയ വേള ഒരു കാര്യം തിരിച്ചറിയണം. ഇവറ്റകൾക്ക് ഇത്രേ ആകാനേ സാധിക്കുള്ളൂ. എന്ത് മതേതരത്വം പറഞ്ഞാലും ഇതിലപ്പുറത്തൊന്നും ആകാൻ പറ്റില്ല. അവിടെ വർഗീയ വിഷങ്ങളുടെ വലിയ ഒരു നിര തന്നെ കിടപ്പുണ്ട്. MC മായിൻ ഹാജിയുണ്ട്, രണ്ടത്താണിയുണ്ട്, ഒടുവിൽ KM ഷാജിയുണ്ട്. KM ഷാജിയിലൊക്കെ വായിൽ നിറങ്ങുന്ന കേട്ടപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളൊരു KM ഷാജിയിൽ നിന്ന് ഒത്തിരി മാറി. എന്താണ് ഈ കേട്ടത്? ലാസ്റ്റ് കേട്ടുകൊണ്ടിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെ KM ഷാജി വലിയ മതേതരനാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു നേരായിരിക്കാം, ഇദ്ദേഹം മതേതരനാണ് എല്ലാ മതങ്ങളോടും. പക്ഷേ എന്താ സുഹൃത്തെ, അടുത്ത കാലത്തൊക്കെ നിങ്ങളുടെ വായിൽ നിറങ്ങുന്നത് പുതുമയൊന്നുമില്ല. പാർട്ടി ലീഗാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് ഖുറാനാണ്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് ഹദീസാണ്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മുഹമ്മദാണ്. ആ ചര്യകളും ആ ചിന്തകളും കൊണ്ട് നിങ്ങൾ മറ്റുള്ള സമൂഹത്തെ വീക്ഷിക്കുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ കല്യാണം നിങ്ങൾക്ക് വ്യഭിചാരമായിട്ട് തോന്നും. നിങ്ങളുടെ സമൂഹത്തിൽ പെടാത്ത ആളായതുകൊണ്ട് ചെത്തുകാരൻ്റെ മകൻ, കോരൻ്റെ മകൻ പിണറായി വിജയൻ നിങ്ങൾക്ക് അസ്പർശ്യരായിട്ട് തോന്നും. പഴയ വിമോചന സമര കാലത്തും നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യം തന്നെയാണിത്. പിണറായി വിജയൻ എന്ന മനുഷ്യനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനൊന്നുമല്ല, പക്ഷെങ്കിൽ അന്തസ്സായിട്ട് അദ്ദേഹം കേരളം ഭരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മാധ്യമങ്ങളെല്ലാം എഴുതി തള്ളിയ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഭരിക്കുകയും 2ാം ഘട്ടം വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ തവണത്തെ പോലെ പെർഫോം ചെയ്യുമോ ഇത്തവണയൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിച്ചു, കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കോരൻ്റെ മകനെന്ന് വിളിക്കുന്നത് ആക്ഷേപമാണോ വെച്ചാൽ ആക്ഷേപമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരങ്ങനെ തന്നെയാണ്. ആക്ഷേപമല്ലെങ്കിലും അത് ആക്ഷേപിക്കാൻ ഉപയോഗിക്കാം. അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെത്താണ്, കള്ള് നിർമ്മാണമാണ് ഈ അദ്ദേഹത്തിൻ്റെ കുടുംബമായ തൊഴിൽ. അത് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിൽ തന്നെയാണ്. ആ വ്യവസായം കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത്, ഈ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു സമൂഹം പ്രധാനമായി എടുത്തിട്ടുള്ള അവരൊരു തൊഴിലാണ്. നിങ്ങൾ കള്ളു കുടിക്കേണ്ട, നിങ്ങൾ മദ്യപിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ ആ കള്ളും നീരയും കള്ളുൽപ്പന്നങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതൊരു സമൂഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള അവർ ഉപജീവനത്തിൻ്റെ വഴിയാണ്. അങ്ങനെയാണ് അവരൊക്കെ പഠിച്ചതും വളർന്നതുമൊക്കെ. അതിൻ്റെ ശരിതെറ്റുകളും ധാർമ്മികതയോടെ നിൽക്കട്ടെ. കാരണം മുഹമ്മദും കുടിച്ചിട്ടുണ്ടല്ലോ നബീദ് എന്ന് പറഞ്ഞൊരു മദ്യം. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ സംസാരിക്കാനായിട്ട് പോകണ്ട. പറഞ്ഞു വന്നാൽ ഒരു കാര്യം മനസ്സിലാകും. അരുത് എന്ന് മുഹമ്മദ് എന്തെല്ലാം കാര്യം മനുഷ്യരോട് പറഞ്ഞു, അതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് ചൂടായിട്ടൊന്നും കാര്യമില്ല. അവസരം തന്നാൽ നമുക്കത് സംസാരിക്കാം. ലീഗുകാരൊന്നും ഇത് പഠിക്കാറില്ല. ഖുറാനും ഒക്കെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കണ്ടില്ലേ, SDP ഒരു നേതാവ് വന്നിട്ട് ഹദീസിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ തെളിയിക്കേണ്ടി വന്നു. അതിൻ്റെ റെഫറൻസുകൾ എടുത്തു കാട്ടി തെളിയിക്കേണ്ടി വന്നു. നിങ്ങളുടെ ഒരു ദുര്യോഗം. ഏതായാലും ഞാനൊരു കാര്യം തീർത്തങ്ങ് പറഞ്ഞേക്കാം. നിങ്ങളുടെ ഈ വർഗീയ മനോഭാവം ഞങ്ങൾ എടുത്തു പറയുമ്പോൾ നിങ്ങൾ പറയുക ഞങ്ങൾക്കാണ് വർഗീയതയെങ്കിൽ ഞങ്ങൾ എന്തിനാ മുഹമ്മദ് റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ? എന്തിനാ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ? നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കണം, രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി പൊതു സ്വത്താണ്, പ്രധാനമന്ത്രി പൊതു സ്വത്താണ്. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാലും ഞങ്ങളങ്ങനെ കാണൂ, നമുക്കങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ ജാതിയുടെ പേരിൽ ആക്ഷേപിക്കുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ രൂപത്തിൽ സംസാരിക്കും, ഇതേ രൂപത്തിൽ എതിർക്കും. പക്ഷേ ഇത് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തത്വസംഹിതയുടെ ഭാഗമാകാം. പക്ഷേ ഇതല്പം കടുകട്ടിയായി. പക്ഷേ രണ്ടാമത്തെ കാര്യം, അതിൽ നാണം കെട്ടൊരു കളിയായിപ്പോയി. അതെന്താണെന്നറിയണ്ടേ? ആദ്യം പറഞ്ഞ് നിങ്ങൾ ആകെപ്പാടെ അങ്ങ് കുളമായി. സ്ഥിരം സാദിഖലി തങ്ങൾ പറഞ്ഞൊരു കുളം ഉണ്ടാക്കി.
അതിൽ നിന്ന് ഊരാനായിട്ട് പറ്റുന്നില്ല. അത് നിമിത്തം എന്ത് കഷ്ടപ്പാട് നിങ്ങൾക്ക് വേണ്ടി വന്നു, എത്ര അരമന ഇവിടെ തിണ്ണവഴി കയറി നിങ്ങൾക്ക് കയറി ഇറങ്ങേണ്ടി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അരമനയുടെ തിണ്ണവഴി കയറി കേക്കും കൊണ്ട് പോയിട്ട് അവിടുന്ന് ചായ കുടിച്ച് പിരിഞ്ഞെങ്കിലും വല്ല ഗുണം അതുകൊണ്ടുണ്ടായോ ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഉള്ളിലിപ്പ് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട പണി മതേതര സമൂഹം ഇവിടെ തന്നിട്ടുണ്ട്. നാളെയും അത്തരം പണികളൊക്കെ കിട്ടും. അത് ഉറപ്പായ കാര്യമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത് പോകൂല എന്നുള്ള കാര്യം അതൊരു പ്രധാനമായ കാര്യമാണ്. നിങ്ങളുടെ റൗഹല്ലേ മന്ത്രി ആയിരുന്ന കാലത്ത് നമ്മൾ കണ്ടതല്ലേ, അദ്ദേഹം റബ്ബ് അത് പറഞ്ഞ ഒരാൾ അബ്ദുൾ റബ്ബ് അദ്ദേഹമല്ലേ പിന്നെ പച്ചക്കപ്പും പച്ച സാരിയും ഒക്കെ കൊണ്ട് വിവാദം പിടിച്ച മനുഷ്യൻ. നിങ്ങളുടെ എല്ലാം രക്തം പച്ചക്കളറാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ട കാര്യം. ചുവപ്പല്ലേ രക്തമാണോ അത് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാലത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാം മതേതരന്മാരായിട്ട് വരും. കാര്യത്തോടെടുക്കുമ്പോൾ തികഞ്ഞ വർഗീയവാദികളായിട്ട് രംഗപ്രവേശം ചെയ്യും. ഈ വഖഫ് ബോർഡിൽ നിയമനം ഗവൺമെൻറ് നടത്തുന്നു എന്നൊരു കാര്യത്തോട് ജനാധിപത്യപരമായി സമരം ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ ഉദ്ധരിച്ച വാക്കുകളൊക്കെ എന്താ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ, അത് ബോധപൂർവം നിങ്ങൾക്ക് സംഭവിച്ച അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ചൊരു കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സംഗതി അസമയത്തിങ്ങ് പുറത്തിയാടി. ഇത്ര പെട്ടെന്ന് പുറത്തു വരുമെന്നൊന്നും ആരും ഓർത്തില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇടതു വലത് മുന്നണിയോട് പറയാനുള്ള ഒരു അപേക്ഷയാണ്, ലീഗിനെയും INL-നെയും സൂക്ഷിക്കണം. കാരണം ഇവറ്റകളൊന്നും നന്നാകാൻ പോകുന്നില്ല. അവരുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്നത് അന്യമത വിദ്വേഷത്തിൻ്റെ ബോധമാണ്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റൂ. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് യഹൂദനെയും ക്രിസ്ത്യാനിയെയും പുറത്താക്കണം എന്ന് പഠിപ്പിച്ച ഒരു മാന്യദേഹത്തിൻ്റെ അനുഗാമികളാണ് ഈ സുഹൃത്തുക്കൾ. ഇനിയും വേറെ കുറേ ആയത്തൊക്കെ പറഞ്ഞുകൊണ്ട് വരാനുണ്ട്. ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനിയെ ബഹുമാനിച്ചു, യൂതനെ ഒന്നുമല്ല. ക്രിസ്ത്യാനികളുടെയൊക്കെ പക്കൽ നിന്ന് ജസിയ എന്ന കരം പിരിച്ചിട്ട് ഈ പണിയാക്കള്ളന്മാർ നന്നായിട്ട് സൂഹിക്കുകയായിരുന്നു അക്കാലഘട്ടത്തിൽ. ഉമർ ഖലീഫയും മറ്റ് ആളുകളും ഒക്കെ ചെയ്തിരുന്ന കാര്യതാണ്. ഖലീഫമാരെല്ലാവരും തന്നെ അന്യന്യ രാജ്യങ്ങളിലെ ഇതരമത ആളുകളോട് അസഹിഷ്ണുതയാണ് കാട്ടിയത്. അപ്പോൾ പണിയെടുക്കാതിരുന്ന് ആസ്വദിച്ചു. ഇന്ന് പറയുന്നൊരു തമാശയുണ്ട് ഇതുപോലെ തന്നെ. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇന്ത്യയിലൊക്കെ പോയിട്ട്. ഇവരെടുത്താൽ ചോദിക്കുന്ന ഒരു കാര്യം പലപ്പോഴും കേട്ടിട്ടുണ്ട്, ചർച്ചകളിൽ ക്ലബ് ഹൗസിലൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണത്? നിങ്ങൾക്ക് നാളെ നിങ്ങളെന്തിനാ ഈ ക്ലബ്ബിൽ പോകുന്നത്, ക്ലബ് ഹൗസിൽ വന്ന് ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? നിങ്ങളെല്ലാം ഗൾഫിൽ ചെന്നിട്ട് പൈസ ഉണ്ടാക്കല്ലേ, നിങ്ങൾ ഗൾഫിൽ ചെന്ന് ജോലിയല്ലേ? രഹിത ഗൾഫിൽ ചെന്ന് ജോലിയല്ലേ നമ്മൾ ചെയ്യുന്നത്? ആളുകൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല. ഒന്നുകൂടി ഇത് മനസ്സിലാക്കിക്കോ. ജീവിതത്തിൽ പണിയെടുക്കാൻ അറിയാത്ത, ഒട്ടകപ്പാൽ കുടിച്ച് ഈന്തപ്പഴം കഴിച്ച് വളർന്ന അറബികൾക്ക് സമ്പത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരൻ അവിടെ നിലയുറപ്പിച്ച ശേഷമാണ്. അവിടെ ഉൽക്കരണം ചെയ്യാൻ ഇങ്ങനെ എണ്ണയുണ്ടെന്ന് തിരിച്ചറിയി എണ്ണയുടെ ഉപയോഗം ലോകം അറിഞ്ഞ ശേഷമാണ്, ശാസ്ത്ര പുരോഗതി കൈവരിച്ച ശേഷമാണ് ഇവർക്കൊക്കെ ഏതെങ്കിലും വിധത്തിൽ വെളിയും ബോധമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വിവേകവും ബോധമൊക്കെ ഉണ്ടാകണമെങ്കിൽ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മദ്രസാധ്യാപകർക്ക് ഈ ക്ഷേമനിധി ഏർപ്പെടുത്തുന്നതും പൊതുഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നതും അവരുടെ കുട്ടികളുടെ കല്യാണത്തിന് കൊടുക്കുന്നതും ഒക്കെ ഈ പ്രവണത പൊതുഖജനാവിൽ നിന്ന് എടുക്കരുത്. നിങ്ങൾ ഇവരെ ഇതൊക്കെ അടച്ചുപൂട്ടിട്ട് അവർ സ്വന്തം നിലയിൽ നടത്തട്ടെ. ഇതൊക്കെ അടച്ചുപൂട്ടിട്ട് സർക്കാർ ചെലവിൽ ഈ മതപ്രചരണവും ഒക്കെ നടത്തുന്ന ഏർപ്പാടുകൾ നിർത്തിയിട്ട് സ്വന്തം നിലയിൽ അവർ ചെയ്യാൻ വേണ്ടി ബാധ്യസ്ഥരാകണം. എല്ലാ മതങ്ങളും അങ്ങനെയാണ്. ഇതര മതങ്ങളോട് കാണിക്കുന്ന അതേ തരത്തിലുള്ള ഗൗരവം ഇസ്ലാം മതത്തോടും കാണിക്കാൻ ഗവൺമെൻറ് പുലർത്തേണ്ട ഒരു ജാഗ്രത പുലർത്താൻ സമയം അതിക്രമിച്ചു എന്നതിൻ്റെ സൂചനയാണ്. രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഈ വിധത്തിലാണ് ആക്ഷേപിക്കുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും സൗകര്യങ്ങളുള്ള സംവിധാനമുള്ള ഒരു കേഡർ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചത്. അദ്ദേഹത്തിൻ്റെ മകളെയാണ് വളരെ ഹീനമായ വിധത്തിൽ നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങളൊന്നും നന്നാവില്ല. സ്ത്രീകൾ നിങ്ങൾക്ക് കൃഷിയിടമല്ലേ, അതെന്താ അതുകൂടെ പറയാഞ്ഞത്? വ്യഭിചാരം എന്ന് പറഞ്ഞിടയ്ക്ക് സ്ത്രീകൾ നിങ്ങൾക്ക് കൃഷിയിടമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു. അല്ലെ ഞങ്ങൾ ആയത്തുകളൊക്കെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയില്ലേ ഞങ്ങൾ പറഞ്ഞുതരാം. അൽസാബിലെ സംഭവമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വയ്യായിരുന്നോ കല്ലായി മാഷേ? താങ്കൾ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നോ? അൽ അഖ്സാബ് എന്ന് പറയുന്ന അധ്യായം ഉണ്ടല്ലോ, അത് 33 അധ്യായം, അതിൻ്റെ 50 മുതലുള്ള കാര്യങ്ങളോ വായിച്ചിട്ട് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വയ്യായിരുന്നോ? ദത്തുപുത്രൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന മാന്യത ലോകത്തിന് കാട്ടിക്കൊടുത്ത മഹാരഥൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കൂടി താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ കഴിയുമായിരുന്നു. ഏതായാലും ഇത്രയും ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഇവരുടെയൊക്കെ നീതിബോധത്തിൻ്റെ മുമ്പിൽ പിണറായി വിജയൻ എത്രയോ മുകളിലാണ്. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് ഇവരുടെ മഹാരഥന്മാരുടെയൊക്കെ നീതിബോധത്തിൻ്റെ മുമ്പിൽ എത്രയോ മീതയാണ്. അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു, മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അവരുടെ കുടുംബജീവിതം തിരക്കേടില്ലാതെ പോകുന്നു. അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആ വകുപ്പ് മറ്റു മന്ത്രിമാരെക്കാൾ, എൻ്റെ വീക്ഷണത്തിൽ മറ്റു മന്ത്രിമാരെക്കാൾ ഭംഗിയായിട്ട് അദ്ദേഹം അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പരിമിതികളുണ്ടാകാം, അദ്ദേഹത്തിന് പരിചയക്കുറവൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം കുറെ കൂടി കർശനമായിട്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഇടപെടുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. അത് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, മറിച്ച് മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പിണറായി വിജയനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ ഒക്കെ നാളെ ഭരിച്ചാൽ ഉണ്ടാകുന്നത് പൊതുജനങ്ങൾക്ക് മതേതര ബോധത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് കുറേയൊക്കെ സാധിക്കും, ലീഗിൻ്റെ ഒക്കെ സമ്മർദ്ദം ഇല്ലെങ്കിൽ. പക്ഷെങ്കിൽ നിങ്ങളൊക്കെ ഭരിച്ചപ്പോൾ അങ്ങനെയാണോ? നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഭരണകൂടം ലോകത്തിൻ്റെ പലയിടങ്ങളിലുണ്ടല്ലോ, 50-ലധികം ഇസ്ലാമിക രാജ്യങ്ങളിലെ എവിടെയെങ്കിലും ജനാധിപത്യത്തിൻ്റെ ഗന്ധമുണ്ടോ സാറേ?
പകരം ഒരു റെഫറൻഡം നടത്തി ആളുകളെ അധികാരത്തിലെത്തിക്കുന്ന പരിപാടിയല്ലേ ഉള്ളത്. കേരളത്തിലായതാണ് നമ്മുടെ എല്ലാം, അല്ലെങ്കിൽ ഇന്ത്യക്കാരനായതാണ് നമ്മുടെയൊക്കെ ഒരു സൗകര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ കാര്യം മറിച്ചൊരു ഭാഗത്ത് ഒന്നുകൂടി പറയാം. നിങ്ങളുടെ ഏതെങ്കിലും ആളുകൾ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയെ ആ രാജ്യത്ത് നിന്ന് വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഇസ്ലാമിക രാജ്യത്തിലെ ഭരണാധികാരിയെ വിമർശിച്ചാൽ അനുഭവിക്കാൻ പോകുന്ന എന്താ നിങ്ങൾക്കറിയാമോ? ഈ കാര്യം നിങ്ങൾ മറ്റൊരു രാജ്യത്തിരുന്നാ പറയുന്നെങ്കിൽ സംഭവിക്കുന്ന എന്താ നിങ്ങൾക്കറിയാമോ? നിയമം മൂലം സംഭവിക്കുന്ന എന്താ നിങ്ങൾക്കറിയാമോ? ഗുണ്ടകളൊന്നും ചെയ്യുന്ന കാര്യമല്ല. ഗുണ്ടകളെക്കാൾ തരം താണ പോലീസും പട്ടാളമൊക്കെ അല്ലേ ഈ രാജ്യങ്ങളെ ഭരിക്കുന്നത്? എന്തെങ്കിലും സാമൂഹ്യ ബോധമോ നീതിയോ ഈ രാജ്യങ്ങളിൽ വല്ലതും ഉണ്ടോ? വല്ല നിറം പിടിച്ച കുറേ ഭാവനകളും കഥകളും പറയാവുന്നുള്ളതല്ലാതെ ഇസ്ലാമിക ഭരണകൂടം ലോകത്തിന് കാഴ്ചവെച്ച വിപത്ത് എത്ര വലുതാണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇസ്ലാമിക് കാലിഫേറ്റിൻ്റെ കാലത്ത് എങ്ങനെയാണ് ഉമർ മരിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഉമർ ഒരു തൊഴിലാളിയുടെ കുത്തേറ്റാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അടിമയുടെ കുത്തേറ്റാണ് മരിക്കുന്നത്. നികുതി ഭാരം കടുത്തതായതുകൊണ്ട് ആ നികുതി ഭാരത്തെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി അപേക്ഷ വെക്കാൻ ചെന്നാണ് ഖലീഫയുടെ അടുത്ത്. ഖലീഫ പറഞ്ഞ് നടക്കൂല, നീ പോയിട്ട് നിന്റെ യജമാനന് 2 ദിർഹംസ് വെച്ച് പെർ ഡേ അടയ്ക്കണം, പെർ ഡേ 2 ദിർഹംസ് അടയ്ക്കണം. അയാൾക്ക് പണിയില്ല, കഴിയില്ല. അയാൾ വിഷം പുരട്ടിയ കത്തിക്കൊണ്ട് ഉമറിനെ ആഞ്ഞു കുത്തിക്കൊന്നു. മനസ്സിലാക്കിക്കൊള്ളണം. അടുത്തെന്താണ്? 21 ദിവസത്തോളം പട്ടിണി കിട്ടല്ലേ ഉസ്മാനെ കൊല്ലുന്നത്. ആരാ കൊന്നത്? ഇതൊക്കെ മുസ്ലിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ഏർപ്പാടുകളാണ്. 20 ദിവസം പട്ടിണി കിട്ടിട്ട് അവസാനം വീട് വളഞ്ഞു. അലി ബന്ദോസാക്കിയിട്ട് തൊട്ടുമുമ്പിൽ അടുത്തോട്ട് കടക്കാതിരിക്കാൻ പ്രതിരോധം സൃഷ്ടിച്ചെങ്കിലും അതൊക്കെ ദുർബലമായിരുന്നു. ഉസ്മാനെ കൊന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാം. ആദരണീയനായ അബൂബക്കറിൻ്റെ മകൻ, അതായത് നമ്മളുടെ പ്രവാചകൻ മുഹമ്മദിൻ്റെ അളിയൻ, അല്ലെങ്കിൽ ആയിഷയുടെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹം വന്നല്ലേ വെട്ടിക്കൊല്ലുന്നത്. ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ വെട്ടിക്കൊന്നിട്ട് ചോര ഖുറാനിലേക്ക് വീണു എന്നല്ലേ പറയുന്നത്. അലിക്കെന്താ പറ്റിയത്? ഇബ്നു മുൻജാൻ കൊന്നു. കാരണം എന്താ? കാദ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ നിർദ്ദേശപ്രകാരം പോയി കൊല്ലുക. ആരായിരുന്നു ഇബ്നു മുൻജാൻ? ഒരു സഞ്ചരിക്കുന്ന ഖുറാൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. അത്ര അറിവുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാലത്താണ് സുവർണ്ണ യുഗം എന്നൊക്കെ ആരോടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളോട് ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ താലോലിച്ച് ഭയങ്കര സംഭവമായിരുന്നു ഇസ്ലാമിക ചരിത്രം എന്നൊക്കെ ഇങ്ങനെ മതപ്രസംഗത്തിന് പറഞ്ഞ് വെച്ചുവിടുന്ന കാര്യങ്ങൾ ഇന്ന് പൊതുജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? കോരൻ്റെ മകൻ, ചെത്തുകാരൻ കോരൻ്റെ മകൻ. നമ്മളൊക്കെ ആരുടെ മക്കളാണ്? നിങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ ആ പൈതൃകം എന്താ? ജനിച്ച നാൾ മുതൽ ഇത്രയും വലിയ ചിന്തകന്മാരായിരുന്നു. ഈ മുസ്ലിം സമൂഹം എന്നാണ് ഇവിടെ സാമ്പത്തികമായിട്ട് വളർന്നത്? നിങ്ങൾ ഭൂതകാലം മറന്നു പോകരുത്, പഴയ കാലങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഒരു പണിയും മോശമല്ല, തൊഴിലെല്ലാം മാന്യമാണ്. മാന്യമായി തൊഴിലെടുത്ത് ആ തൊഴിലിലൂടെ ഉപജീവനം കഴിച്ചു വന്ന ആളുകളാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ തന്നെ. അവരങ്ങനെ നമ്മളെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, കഷ്ടപ്പെട്ടങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കിട്ടില്ല, നിങ്ങളെപ്പോലൊരു പ്രസംഗനെ കിട്ടില്ല, നിങ്ങളെപ്പോലെ നേതാവിനെ കിട്ടില്ല. അല്ലെ ജനിച്ചപ്പോഴേ ഇവിടെ നിങ്ങളെല്ലാം കോടീശ്വരന്മാരായിരുന്നൊക്കെ പണ്ട് ആരോടെങ്കിലും മദ്രസ പിള്ളേരോട് പറഞ്ഞാൽ മതി. ഏതായാലും ഇപ്പോഴീ കാണിച്ച ഈ അബദ്ധം, ഇത് അബദ്ധമൊന്നുമല്ല, സമയമായപ്പോഴേക്ക് നിങ്ങളെ തന്നെ വെളിപ്പെടുത്തിയതാണ്. ചുരുക്കത്തിൽ സാദിഖലി തങ്ങളിലൂടെ, രണ്ടത്താണിയിലൂടെ, ഒടുവിൽ നമ്മുടെ കല്ലായി എന്ന് പറയുന്ന ഈ മാന്യദേഹത്തിലൂടെ ഒക്കെ പുറത്തു വരുന്നത് ഇവരുടെ ഉള്ളിലിരിക്കുന്ന വർഗീയ വിഷമാണ്. അതുകൊണ്ട് എനിക്കൊരപേക്ഷ ഇടതു വലത് മുന്നണികളോട്, നിങ്ങൾക്കൊപ്പം ഇങ്ങനെ ദിവസക്കൂലിക്ക് പിന്തുണയ്ക്കാൻ പാകത്തിന് INL എന്നും മുസ്ലിം ലീഗ് എന്നും പറഞ്ഞ് 2 കക്ഷികൾ നിൽപ്പുണ്ട്. ദിവസക്കൂലിക്ക് പിന്തുണയ്ക്കുന്ന അവരൊരു മനുഷ്യ സമൂഹത്തിൻ്റെ ഒന്നും ഗുണത്തിന് വേണ്ടി നിൽക്കല്ല. നോക്കണം, പഴയകാല സെമി പ്രവർത്തകൻ KT ജലീൽ വന്നിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ. മനസ്സിലായല്ലോ. LDFൻ്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു? മുഖ്യമന്ത്രിക്ക് അദ്ദേഹം വെച്ചു കൊടുത്ത പാര എത്ര വലുതായിരുന്നു, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ പ്രത്യാഘാതം എത്ര വലുതായിരുന്നു. പിന്നെ ഈ പ്രതിപക്ഷം ദുർബലമായിരുന്നതിൻ്റെ ഒറ്റ ആനുകൂല്യത്തിൽ അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് കയറി വന്നു. അപ്പോൾ ഇവരെല്ലാം ഉള്ളിൽ ഇത്തരത്തിലെ ഭീകരവാദികളാണ് കിടക്കുന്നത്. ഭീകരവാദികൾ വേഷം മാറി, രൂപം മാറി ഈ പാർട്ടികളിലെല്ലാം കിടക്കുന്നു. കേരളം കനത്ത വില കൊടുക്കേണ്ടി വരും. ഇത്തരം കക്ഷികൾക്ക് രാഷ്ട്രീയ അധികാരം കൂടി കിട്ടിയാൽ മറ്റുള്ളവരുടെ ഇവിടുത്തെ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടും. അതുകൊണ്ട് പുനഃപരിശോധിക്കണം. ഇതെനിക്ക് മറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ, ഇത് ഈ ഭരണകൂടത്തിന് ആവശ്യമായിരുന്നു, ലീഗിൻ്റെ വായിന്ന് കേൾക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് കാരണം ഈ ലീഗിനെയും INLനെയും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെയും കണ്ടാൽ അഭിസംബോധന ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം തയ്യാറായില്ല. നിങ്ങളെവിടെയും കണ്ട SDP ഉയർത്തുന്ന ഇത്തരത്തിലെ രാഷ്ട്രീയ ബോധത്തെ, അല്ലെങ്കിൽ തെറ്റായ രാഷ്ട്രീയ ബോധത്തോട് പ്രതികരിക്കുന്ന DYFക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അഭിമന്യുവിനെ കൊന്നിട്ട് എവിടെ പോയി? കാര്യങ്ങൾ എവിടെ പോയി കിടക്കുന്നു? ഭീകരവാദികൾ എന്ത് ചെയ്താലും കണ്ടില്ല എന്നടിക്കുന്ന ഈ വൃത്തികെട്ടൊരു മൗനമുണ്ടല്ലോ, അത് സൂക്ഷിക്കേണ്ടതാണ്, അതിന് വില കൊടുക്കേണ്ടതാണ് എന്ന് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കുന്നത് കനത്ത തീവ്രവാദികളാണ്. നിങ്ങളുടെയൊക്കെ കൂടെയുള്ളത് ആൾ ബോംബുകളാണ്. ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ആൾ ബോംബുകളാണ്. കാണ്ഡഹാറിൽ വിമാനം റാഞ്ചിയ അതേ കക്ഷികൾ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും നിൽക്കുന്നു. ഒന്നുകൂടി പറയാം, ജെയ്ഷെ മുഹമ്മദ് എന്നൊരിടത്ത് വിളിക്കും, ഹമാസ് എന്ന് വേറൊരിടത്ത് വിളിക്കും,
താലിബാൻ എന്ന് വേറിടത്ത് വിളിക്കും, ഇങ്ങനെ പല പേര് വിളിക്കുക. അതിവിടെ മുസ്ലിം ലീഗ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അല്ല ഒരു വ്യത്യാസവും ഇവർ തമ്മിലില്ല. ഇവരുടെ ആ വിശ്വാസ സംഹിത ഇതാണെങ്കിൽ അതിൻ്റെ കിരാതമാണ് അവരുടെ സമീപനം എന്ന് പറയാൻ ഞാൻ അമാന്തിക്കുന്നില്ല. അതുകൊണ്ട് ലീഗ് പുനഃപരിശോധിക്കണം എന്ന് നമുക്ക് പറയാനാവില്ല. അവർ പുനഃപരിശോധിച്ചാൽ ഇപ്പോൾ ഈ കല്ലായി പറഞ്ഞ പോലെ ആയിപ്പോവും, അദ്ദേഹം മുസ്ലിം അല്ലാതായിപ്പോവും. കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ ഇസ്ലാമിക ചിന്തയ്ക്ക് വിപരീതമാണ്. ഇസ്ലാമിക ചിന്ത അനുസരിച്ച് മുഹമ്മദ് റിയാസ് ചെയ്ത് വ്യഭിചാരമാണെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ നിലപാടാണ്. ലാസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിം അല്ലാതായി. ഇപ്പോൾ ഇവർക്ക് എന്തോ ഒന്ന് പറയാനുണ്ട് ശരിക്കും. അവരിങ്ങനെ അത് സമ്മർദ്ദപ്പെടുത്തി ഇങ്ങനെ മയപ്പെടുത്തി വായിൽ വെച്ചിരിക്കുകയാണ്. ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ ഇവർ പറയാനുള്ളത് പറയും. അതെല്ലാം ജിഹാദി ബോധമാണ്, തലയെറുക്കുന്ന ബോധമാണ്, ഉന്മൂലന സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം മനുഷ്യരാശിക്ക് വിപത്താണ് എന്ന സത്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമകാലിക സംഭവങ്ങൾ നമുക്ക് തരുന്ന ഈ താക്കീതുകളെ കണ്ടുണരാൻ ആഹ്വാനം ചെയ്ത് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.